കണ്ണൂരിലെ മലയോര വിനോദസഞ്ചാര മേഖലയ്ക്ക് പുതിയൊരു മുഖം നൽകിയ പ്രകൃതിയുടെ സ്വന്തം മനോഹര ഹിൽ സ്റ്റേഷനുകളിലൊന്നായ പാലക്കയം തട്ടിലേക്ക് നിങ്ങളെ ഏവരെയും ഹൃദയം നിറഞ്ഞ് സ്വാഗതം ചെയ്യുന്നു. പ്രകൃതി ഭംഗി കൊണ്ടും കനത്ത കോടമഞ്ഞു കൊണ്ടും സഞ്ചാരികളുടെ മനസ്സ് കവരുന്ന ഈ സുന്ദര ഭൂമിയിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് അവിടേക്കുള്ള യാത്രയെക്കുറിച്ചും അവിടുത്തെ ഏറ്റവും പുതിയ മാറ്റങ്ങളെക്കുറിച്ചുമൊക്കെയാണ്. കാരണം പഴയതുപോലെയല്ല, പാലക്കയം തട്ടിൽ ഇപ്പോൾ ഒരുപാട് പുതിയ സൗകര്യങ്ങളും മാറ്റങ്ങളും വന്നിട്ടുണ്ട്. കണ്ണൂർ ടൗണിൽ നിന്നും ഏകദേശം 50 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക്. തളിപ്പറമ്പ്, ഒടുവള്ളി, കരുവഞ്ചാലി വഴി വേണം നമ്മൾ പാലക്കയം തട്ടിന്റെ മലയടിവാരത്തേക്ക് എത്തിച്ചേരാൻ. മുൻപൊക്കെ താഴെ വണ്ടി നിർത്തി അവിടെയുള്ള ലോക്കൽ ജീപ്പുകളെ ആശ്രയിച്ചോ അല്ലെങ്കിൽ കിലോമീറ്ററുകളോളം കല്ലും മണ്ണും നിറഞ്ഞ കുത്തനെയുള്ള വഴി നടന്നു കയറിയോ ഒക്കെയായിരുന്നു സഞ്ചാരികൾ മുകളിലേക്ക് പോയിരുന്നത്. അത്യാവശ്യം നല്ല ശാരീരിക അധ്വാനം വേണ്ടുന്ന ഒരു യാത്രയായിരുന്നു അത്. എന്നാൽ ഇപ്പോൾ കാര്യങ്ങളൊക്കെ പാടെ മാറി മറിഞ്ഞു കഴിഞ്ഞു. നമ്മുടെ സ്വന്തം വണ്ടിയുമായി, അത് കാറോ ബൈക്കോ ഇനി വലിയ ട്രാവലറോ എന്തുമാകട്ടെ, നമുക്ക് നേരെ മുകളിലേക്ക്, അതായത് ടിക്കറ്റ് കൗണ്ടറിന്റെ തൊട്ടടുത്ത് വരെ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ വളരെ സുഖകരമായി എത്തിച്ചേരാൻ സാധിക്കും. മലമുകളിലേക്കുള്ള റോഡുകളൊക്കെ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കോൺക്രീറ്റ് ചെയ്തും ടാർ ചെയ്തും വീതി കൂട്ടിയുള്ളതുമൊക്കെ ഡ്രൈവിംഗ് വലിയൊരു വെല്ലുവിളിയാകില്ല. മുകളിലേക്ക് കയറുന്ന വഴിയിൽ കാണുന്ന മലയോര ഗ്രാമങ്ങളുടെ ഭംഗിയും പച്ചപ്പുമൊക്കെ ആസ്വദിച്ച് സാവധാനം വണ്ടി ഓടിച്ചു കയറാം. ടിക്കറ്റ് കൗണ്ടറിന് തൊട്ടടുത്തായിട്ടാണ് ഇപ്പോൾ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള വലിയൊരു പാർക്കിംഗ് ഏരിയ ഒരുക്കിയിട്ടുള്ളത്. ഇവിടേക്ക് വണ്ടി കയറി എത്തുമ്പോൾ തന്നെ താഴെ നിന്നുള്ള ചൂടിൽ നിന്നും മാറി നല്ല തണുത്ത കാറ്റും പ്രകൃതിയുടെ ശുദ്ധവായുവും നമ്മെ സ്വീകരിക്കാൻ തുടങ്ങും. വണ്ടി പാർക്ക് ചെയ്ത ശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെയുള്ള ആധുനിക രീതിയിലുള്ള ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും എൻട്രി ടിക്കറ്റും വാഹനത്തിന്റെ പാർക്കിംഗ് ഫീസും എടുക്കുക എന്നതാണ്. ഇവിടെ തന്നെയാണ് പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നത്. ടിക്കറ്റ് എടുത്ത് നമ്മൾ ആ പ്രധാന കവാടം കടന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതോടെ മറ്റൊരു മനോഹരമായ ലോകത്തേക്ക് എത്തിയതുപോലെയാണ് അനുഭവപ്പെടുക. പണ്ട് കിലോമീറ്ററുകളോളം നടന്ന് തളർന്ന് മുകളിലെത്തിയിരുന്ന അവസ്ഥയ്ക്ക് മാറ്റം വന്നതുകൊണ്ട് പ്രായമായവർക്കും ചെറിയ കുട്ടികൾക്കും ഒക്കെ ഒരുപോലെ യാതൊരുവിധ ശാരീരിക ബുദ്ധിമുട്ടുമില്ലാതെ വന്നിറങ്ങി ആസ്വദിക്കാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് ഫാമിലി ഡെസ്റ്റിനേഷനാണ് പാലക്കയം തട്ട് ഇപ്പോൾ മാറിയിട്ടുള്ളത്. ടിക്കറ്റ് കൗണ്ടർ കടന്ന് ഉള്ളിലേക്ക് നടന്നു തുടങ്ങുമ്പോൾ തന്നെ ഇരുവശങ്ങളിലും ഇടതൂർന്നു നിൽക്കുന്ന റബ്ബർ തോട്ടങ്ങളും കാട്ടുചെടികളും മലയോരത്തെ പ്രകൃതിയും നമുക്ക് കാണാൻ സാധിക്കും. മുകളിലേക്ക് നടന്നു കയറുന്ന വഴിയരികിൽ തദ്ദേശവാസികൾ നടത്തുന്ന ചെറിയ തട്ടുകടകളും കഫേകളും കാണാം. അവിടെ കയറി നല്ല ചൂടുള്ള സുലൈമാനിയോ കാപ്പിയോ കുടിച്ച് ഒപ്പം കപ്പ പുഴുങ്ങിയതോ അല്ലെങ്കിൽ നല്ല ചൂട് ബജിയോ ഒക്കെ കഴിച്ച് കുറച്ചു നേരം വിശ്രമിച്ച് സംസാരിക്കാം. ഇവിടുത്തെ നാടൻ വിഭവങ്ങളുടെ രുചി യാത്രയ്ക്ക് കൂടുതൽ മാറ്റുകൂട്ടും. മുകളിലേക്ക് കയറും തോറും കാറ്റിന്റെ വേഗത കൂടുകയും അന്തരീക്ഷത്തിൽ തണുപ്പ് പടരുകയും ചെയ്യും. പച്ചപ്പ് നിറഞ്ഞ മലനിരകളുടെ ദൂരക്കാഴ്ചകൾ ഓരോ വളവിലും നമ്മെ അതിശയിപ്പിച്ചുകൊണ്ടേയിരിക്കും. കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന പച്ചപ്പുല്ല്, പുൽമേടുകളും കൂറ്റൻ മലനിരകളുമാണ് ഏറ്റവും മുകളിൽ നമ്മെ കാത്തിരിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3500 അടി ഉയരത്തിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് നോക്കിയാൽ പശ്ചിമഘട്ട മലനിരകളുടെ കൺകുളിർക്കുന്ന അതിമനോഹരമായ ദൃശ്യവും താഴെയുള്ള താഴ്വരകളുടെ വിസ്തൃതിയും വ്യക്തമായി കാണാൻ സാധിക്കും. മുകളിൽ സഞ്ചാരികൾക്കായി നിരവധി ഇരിപ്പിടങ്ങളും വിശ്രമ കേന്ദ്രങ്ങളും ഫോട്ടോ എടുക്കാൻ പാകത്തിലുള്ള മനോഹരമായ വ്യൂ പോയിന്റുകളും മാനേജ്മെന്റ് ഒരുക്കിയിട്ടുണ്ട്. പാലക്കയം തട്ടിന്റെ ഏറ്റവും വലിയ ആകർഷണം എന്താണെന്ന്, അത് പെട്ടെന്ന് വലിഞ്ഞു കയറി വരുന്ന കോടമഞ്ഞാണ്. ഒരു നിമിഷം നല്ല തെളിഞ്ഞ ആകാശമാണെങ്കിൽ തൊട്ടടുത്ത നിമിഷം മുന്നിൽ നിൽക്കുന്ന ആളെ പോലും കാണാൻ പറ്റാത്ത രീതിയിൽ കനത്ത മഞ്ഞ് നമ്മെ വന്ന് മൂടിക്കളയും. ആ മഞ്ഞിലൂടെ കയ്യിൽ ഒരു ചായയും പിടിച്ച് കാറ്റത്ത് നടക്കുന്നത് ഏതൊരു സഞ്ചാരിയുടെയും ഉള്ളം നിറയ്ക്കുന്ന ഒരു അനുഭവമായിരിക്കും. വെറും ഒരു കാഴ്ചയാകാൻ മാത്രമല്ല, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി അഡ്വഞ്ചർ പാർക്കും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. സിപ്പ് ലൈൻ, റോപ്പ് സൈക്ലിംഗ്, മറ്റ് സാഹസിക വിനോദങ്ങൾ എന്നിവയിൽ ഏർപ്പെടാൻ താല്പര്യമുള്ളവർക്ക് സുരക്ഷിതമായി അത് ആസ്വദിക്കാനുള്ള മികച്ച സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ്. അതിനാൽ അല്പം അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവർക്കും ഇവിടെ ഒട്ടും നിരാശ സമ്മാനിക്കില്ല.
പാലക്കയം തട്ട് സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം എപ്പോഴാണെന്ന് ചോദിച്ചാൽ അത് വൈകുന്നേരങ്ങളിലാണ്. മലനിരകൾക്ക് പിന്നിലേക്ക് സൂര്യൻ മെല്ലെ മെല്ലെ മറയുന്ന ആ സൂര്യാസ്തമയ ദൃശ്യം കാണാൻ മാത്രം ദിവസേന ദൂരദേശങ്ങളിൽ നിന്ന് പോലും നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ എത്തുന്നത്. ആകാശത്ത് പ്രകൃതി ഒരു ചായം പൂശിയതുപോലെ ചുവപ്പും ഓറഞ്ചും മഞ്ഞയും നിറങ്ങൾ പടരുമ്പോൾ താഴെയുള്ള തായ്വരകളുടെ ഭംഗി ഇരട്ടിയാകും. ഈ സമയത്ത് വീശിയടിക്കുന്ന തണുത്ത കാറ്റ് നമ്മുടെ എല്ലാവിധ യാത്രക്ഷീണവും മാനസിക പിരിമുറുക്കങ്ങളും മായ്ച്ചു കളയും. ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്കും റീൽസ് ഒക്കെ ചെയ്യുന്ന സോഷ്യൽ മീഡിയ പ്രേമികൾക്കും ക്യാമറ കണ്ണുകളിൽ പകർത്താൻ പറ്റിയ അനവധി മികച്ച ഫ്രെയിമുകൾ ഇവിടെയുണ്ട്. വൈകുന്നേരം കഴിഞ്ഞ് രാത്രിയാകുന്നതോടെ അന്തരീക്ഷം വീണ്ടും മാറും. ദൂരെ നഗരങ്ങളിലെ വിളക്കുകൾ ചെറുതായി തെളിഞ്ഞു വരുന്നത് മലമുകളിൽ നിന്ന് നോക്കുമ്പോൾ ആകാശത്തെ നക്ഷത്രക്കൂട്ടങ്ങളെ ഓർമ്മിപ്പിക്കും. നഗരത്തിരക്കുകളിൽ നിന്നും കഠിനമായ ജോലി തിരക്കുകളിൽ നിന്നും മാറി മനസ്സിന് നല്ലൊരു കുളിർമയും സമാധാനവും ആഗ്രഹിക്കുന്ന ഏതൊരു സഞ്ചാരിക്കും കണ്ണൂരിലേക്ക് വരുമ്പോൾ വിട്ടുപോകാതെ ധൈര്യമായി വരാൻ പറ്റിയ ഒരിടമാണ് പാലക്കയം തട്ട്. ഈ മനോഹര ദൃശ്യങ്ങൾ നേരിട്ട് കണ്ട് ആസ്വദിക്കാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബത്തിനുമൊക്കെ നല്ലൊരു സമയം ചിലവഴിക്കാനും അടുത്ത യാത്ര ഇവിടേക്ക് തന്നെ പ്ലാൻ ചെയ്യൂ. ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.